നമ്മുടെ ചേലക്കരയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ഏതാണെന്ന് അറിയോ? മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഈ ഗ്രോസറി ഐറ്റംസ് ആണ്. നല്ല പ്രീമിയം ഐറ്റംസ് ആണ്, അതുപോലെ തന്നെ നല്ല ഓഫേഴ്സും ഉണ്ട്. പുട്ടുപൊടി, മുളക് പൊടി, അങ്ങനെ അടുക്കളയ്ക്ക് വേണ്ട എല്ലാ പൊടികളിലും അടിപൊളി ഓഫറാണ്. ഡെയിലി ടേബിളിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് മിതമായ വിലയിൽ ഗുണമേന്മയോടുകൂടി ലഭ്യമാണ്. ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഹോം അപ്ലയൻസസ്, ഗിഫ്റ്റ് ഐറ്റംസ് ആയ ഫ്ലവേഴ്സ് സെക്ഷൻ, ഫ്രെയിം സെക്ഷൻ, നല്ല ഭംഗിയുള്ള പ്ലേറ്റ് സെക്ഷൻ ആൻഡ് ഗ്ലാസ് സെക്ഷൻ ഒക്കെ ഉള്ളത്. അപ്പൊ ആരും മറക്കണ്ട, ചേലക്കര മേപ്പാടമുള്ള ഡെയിലി ടേബിൾ ഹൈപ്പർ മാർക്കറ്റ്. ഉത്സവങ്ങളില്ലാത്ത അപൂർവ പുണ്യസങ്കേതം, ചരിത്രവും ശാന്തതയും നിറഞ്ഞ് മായന്നൂർ ചിറങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രം. ഭാരതപ്പുഴയുടെ ദക്ഷിണ തീരത്ത് പച്ചപ്പു നിറഞ്ഞ ഗ്രാമീണ ഭംഗിയിൽ തല ഉയർത്തി നിൽക്കുന്ന തൃശൂർ ജില്ലയിലെ മായന്നൂർ ചിറങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രം ഭക്തിയുടെയും ചരിത്രത്തിന്റെയും സവിശേഷമായ കേന്ദ്രമായി മാറുന്നു. 1000-ലധികം വർഷത്തെ പഴക്കമുള്ള ഈ പുരാതന ക്ഷേത്രം ആചാര വൈവിധ്യങ്ങൾ കൊണ്ടും ഉത്സവങ്ങളോ ആർഭാടങ്ങളോ ഇല്ലാത്ത കേരളത്തിലെ ഏക ശ്രീരാമക്ഷേത്രം എന്ന ഖ്യാതി കൊണ്ടും ഏറെ ശ്രദ്ധേയമാണ്. സീതാദേവിയെ അന്വേഷിച്ച് ലക്ഷ്മണസമേതനായി തെക്കോട്ട് സഞ്ചരിച്ച ശ്രീരാമൻ അതീവ വിരഹവേദനയോടെ വിശ്രമിച്ച പുണ്യഭൂമിയാണ് ചിറങ്കരയെന്നാണ് ഐതിഹ്യം. ദുഃഖിതനായ ഭഗവാന്റെ ശാന്തതയ്ക്ക് ഭംഗം വരാതിരിക്കാനാണ് ഇവിടെ കൊടിയേറ്റോ, വലിയ വാദ്യമേളങ്ങളോ ആനപ്പൊലിമയോ ഉള്ള ഉത്സവങ്ങളും നിത്യേനയുള്ള ശീവേലിയും ഒഴിവാക്കിയിരിക്കുന്നത്. പൂർണ്ണമായ ശാന്തതയാണ് ഈ സന്നിധിയുടെ ആത്മാവ്. മാനസിക വിഷമതകളും ആധുനിക കാലത്തെ വലിയ വില്ലനായ വിഷാദരോഗങ്ങളും അകറ്റി മനസ്സിന് ശാന്തി ലഭിക്കാൻ ഭഗവാന് നെയ്വിളക്കും പാൽപായസവും സമർപ്പിക്കുന്നത് ഏറെ ഫലപ്രദമാണെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. തത്വശാസ്ത്ര വിധിപ്രകാരം നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൽ കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന 6 അടിയിലധികം ഉയരമുള്ള വലിയ ബലിക്കല്ല് സ്ഥിതി ചെയ്യുന്നു. ഗണപതി ഭഗവാനും നാഗദേവതകളും ഒരേ ശ്രീകോവിലിൽ ഒന്നിച്ച് വാഴുന്നു എന്നതും ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. 1000 കൊല്ലത്തിന്റെ അടുത്ത് പഴക്കമുണ്ട്. എൻ്റെ അമ്പലം ഇത് ഒന്നാണ്. 40,000 പറ നെല്ല് പാട്ടം കിട്ടിയിരുന്ന ആ കാലത്ത്. അന്ന് ആഘോഷങ്ങളൊക്കെ ഉണ്ട്, വാരം നടത്തുക. അതാണ് നെല്ല് പാട്ടം കിട്ടുന്നത് കൊണ്ട് സദ്യ കഴിക്കുക. അതാണ് അത്. അങ്ങനത്തെ ആഘോഷം മാത്രമേ ഉള്ളൂ. അത് ഊട്ടുപരി അവിടെ ഉണ്ടായി. അത് പൊളിച്ചിട്ടാണ് മണ്ഡപം പണിതിരിക്കുന്നത്. എനിക്കാണ് ഇതിന്റെ ചരിത്രം. ഞാൻ ഈ നാട്ടുകാരനല്ലാത്തതുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള കാലത്തെ അറിയുമോ. പൂർണ്ണ പുഷ്കലാസമേതനായ ശാസ്താവും പണ്ട് ക്ഷേത്രക്കുളത്തിൽ വസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്ന ബ്രഹ്മരക്ഷസുമാണ് മറ്റ് ഉപപ്രതിഷ്ഠകൾ. ശാസ്താവിന് നീരാഞ്ജനം സമർപ്പിക്കുന്നത് സർവകാര്യ വിജയത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസം. പൂർണ്ണമായും ഊരായ്മക്കാരായ 5 പ്രശസ്ത ബ്രാഹ്മണ മനകളായ ഓട്ടൂർ മന, മുണ്ടനാട്ട് മന, വെട്ടിയമ്പാടി മന, അമ്പായി മന, തേലക്കാട് മന ഉടമസ്ഥതയിലാണ് ക്ഷേത്രം. നിലവിൽ മുണ്ടനാട്ട് മന ശങ്കരൻ നമ്പൂതിരിയാണ് ക്ഷേത്രത്തിന്റെ മാനേജിംഗ് ട്രസ്റ്റി. ചിറങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രം വളരെ പുരാതനമാണ്. അത് 500-1000 വർഷം പഴക്കമുള്ളതാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ 5 ഊരാളന്മാരാണ് ഇവിടെ ഇതിൻ്റെ. അതിൽ മാനേജിങ് ഊരാളനായിട്ട് മുണ്ടനാട്ട് മനിക്കലാണ് ഇപ്പോൾ അദ്ദേഹമാണ് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പിന്നെ കണ്ടാൽ തന്നെ അത് വളരെ പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണെന്ന് മനസ്സിലാവും. പിന്നെ നാട്ടുകാർക്കും വളരെ വിശ്വാസമുള്ളതാണ്, ഞങ്ങൾക്കൊക്കെ വളരെ വിശ്വാസമുള്ളതാണ്. ഈ അമ്പലത്തിൽ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും സാധിക്കുമെന്നാണ് ഞങ്ങളുടെ എല്ലാം വിശ്വാസം. പിന്നെ ഏറ്റവും വലിയ ഒരു ബലിക്കലുള്ള നല്ല മണ്ഡപം ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. ശാസ്താവും ഉണ്ട്, ഗണപതിയുണ്ട്. ക്ഷേത്രത്തിന്റെ കിഴക്കേ വശത്തുള്ള വിസ്തൃതമായ കുളത്തിലേക്ക് അഭിമുഖമായാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. ഈ ജലാശയത്തിലെ മത്സ്യങ്ങൾക്ക് ഭക്തർ തീറ്റ നൽകുന്നത് പ്രധാന ആചാരമാണ്. ശബ്ദകോലാഹലങ്ങളില്ലാത്ത ശാന്തമായ അന്തരീക്ഷത്തിൽ മാനസികോല്ലാസം തേടുന്ന ഏതൊരു ഭക്തനും സന്ദർശിക്കേണ്ട ഒന്നാണ് മായന്നൂർ ചിറങ്കര ശ്രീരാമസ്വാമി ക്ഷേത്രം. CCV ന്യൂസ്, തിരുവല്ലോമല.